7,00,000 കിലോമീറ്ററാണ് ഈ ഒരു കാറോട് ഇപ്പോഴെന്താ തുള്ളി പറഞ്ഞോണ്ട്. ഇതിന് ചെറിയ സസ്പെൻഷനൊക്കെ ചെറിയ പ്രശ്നമുള്ളൂ. ബാക്കി ഒരു സീനില്ല. പക്ഷേ 7,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതാണ് ടൊയോട്ടോ. ഓ, ഇനോവയൊക്കെ സീനാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ പോയി നമുക്കൊന്ന് പല്ല് ചെയ്യാം. പല്ല് തേച്ചിട്ട് തുടങ്ങാം നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എന്താ ഇനി നമുക്ക് എന്തെങ്കിലും ബ്രഷ് എടുക്കുക, പല്ല് തേക്കുക. അങ്ങനെ പല്ല് പോയി കഴിഞ്ഞ് ഇനി പോയി ഫുഡ് കഴിക്കണം. നല്ല പൊരിച്ച എന്തോ സംഭവത്തിൻ്റെ മണം അടിക്കുന്നത്. അപ്പം നല്ല കഴുകിയിട്ട് ഒരു 2 ആഴ്ച വരും. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, എന്നാലും കഴിയണം. എന്നാലും എനിക്ക് സമാധാനം. വണ്ടി ഒന്ന് കഴുകി വയ്ക്കണം. വീട്ടിലിരുന്നാണെങ്കിൽ നല്ല പോസ്റ്റ്, പുറത്തോട്ട് ഇറങ്ങാനും തോന്നില്ല, വെയിലും കാര്യങ്ങളും ഒരിടത്ത് പോകാനും തോന്നില്ല. നല്ല കണ്ടൻറ്റും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വണ്ടിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഇൻ്റർസെപ്റ്റർ ഉണ്ട്, ഡോമിനർ ഉണ്ട്, കാർ 2 ഉണ്ട്, ആക്റ്റീവ ഉണ്ട്, സൈക്കിളുണ്ട്. ഒരിടത്തും പോകണില്ല. ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണോ, വീട്ടിൽ ഇരുന്നാണോ വ്ളോഗ് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ എന്തായാലും ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീടും പരിസരമൊക്കെ. ആദ്യം തന്നെ നമുക്ക് കാർ ഷെഡിൽ നിന്ന് തുടങ്ങാം. ഞാൻ രാവിലെ ഉറക്കം എണീറ്റിട്ട് നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. എന്താണെന്നറിയില്ല, വന്ന് ഇങ്ങനെ നോക്കും. ഇന്നലെ വെച്ച കീ ആണ് അതിൻ്റെ അകത്തിരിക്കുന്നത്, ഇതുവരെ എടുത്തിട്ടില്ല. വാവ്. അപ്പോൾ എന്തായാലും കീ ഒക്കെ എടുത്ത് റൂമിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വണ്ടി ഈവനിങ് ഒന്ന് കഴുകണമെന്നുണ്ട്. കഴുകിയിട്ട് ഒരു 2 ആഴ്ച വരും. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, എന്നാലും കഴിയണം. എന്നാലും എനിക്ക് സമാധാനം. വണ്ടി ഒന്ന് കഴുകി വയ്ക്കണം. പിന്നെ നമ്മൾ ഡോമിനർ എടുക്കാറില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം 5,000-6,000 കിലോമീറ്റർ എന്തോ ആയോളൂ. എടുക്കാറില്ല, നിലവിൽ വണ്ടി എടുക്കാറില്ല. എന്തായാലും ഇതും ഈവനിങ് കീ എടുത്ത് ജസ്റ്റ് ഇവിടെയും കറങ്ങാനൊക്കെ പോവാം, നോക്കാം. പിന്നെ കാറിൻ്റെ അവസ്ഥ, കാറിൻ്റെ LCD അല്ലല്ലോ, LED സ്ക്രീൻ ഇതുവരെ മാറിയിട്ടില്ല. അതല്ല, സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ഒരു സംഭവം മാറിയിട്ടില്ല, അത് മാറണം. അങ്ങനെ കുറച്ച് നിലവിൽ കുറച്ച് സ്ക്രാച്ചൊക്കെ ആയിട്ട് കാറ് കിടപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെയാണ് കാറിൻ്റെ അവസ്ഥ. ഈ കാർ ഇടയ്ക്ക് ഞാൻ സർവീസ് ചെയ്തിട്ട് കൊണ്ടിട്ടതാണ്. ഇവിടെ കുറച്ച് പൊടിയുണ്ടല്ലേ. വേറെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ കാർ കിടക്കുന്നത്. ഇതിന് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല, സെറ്റ് കാറാണ്. പിന്നെ നമ്മളുടെ സൈക്കിൾ എടുത്തിട്ട് എത്ര ദൂരം ചവിട്ടിന്ന് എനിക്കറിയില്ല. എന്തായാലും 16,000 രൂപ കൊടുത്ത സൈക്കിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാർ ഷെഡിൽ നിന്ന് നമുക്ക് വിരമിക്കാം. അടുത്ത് നമുക്ക് ഇങ്ങോട്ടിറങ്ങാം. ഇത് ഡോമിനറിന് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച പെഡോക്കാണ് ഇതായിരിക്കുന്നത്. നമ്മൾ സർവീസ് മറ്റേ ചെയിൻ ലൂബൊക്കെ അടിക്കുമ്പോൾ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ എടുക്കുമായിരിക്കും. പിന്നെ പുതിയ ഇതിൻ്റെ പേരെന്താ, സപ്പോർട്ടാണ്, അതിൻ്റെ തയ്യും കാര്യങ്ങളൊക്കെ നട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സപ്പോർട്ടിൻ്റെ തയ്യും കാര്യങ്ങളൊക്കെ നട്ടു. പിന്നെ ഇതാ വാഴ ഉണ്ടോ, ഞാൻ നട്ട വാഴയാണ്. ഇവിടെ 3-4 വാഴ കൊലച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത്ര ആയിട്ടുണ്ട്. വാവ്. എൻ്റെ മൂട്ടിലൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല, എങ്ങനെയോ പൊടിച്ച് കാച്ചല്ല കൊലച്ച്. അപ്പോൾ ഇതിൽ അത്രയായി. ഇത് നമ്മളുടെ ബോഞ്ചിക്ക, അതൊന്നും സെറ്റായിട്ട് വന്നിട്ടില്ല. ഇതിനി പടന്ന് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബോഞ്ചിക്ക പറിക്കാം. പിന്നെ നമ്മളുടെ ഇതൊരു പേര, കരിയപ്പല, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം. അയ്യോ, ഇത് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യും ഇതിൻ്റെ പേരെന്താന്ന്. ഇതിനെ കല്ലറയെന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയും കാര്യങ്ങൾ ഞാൻ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. വാഴ ഇതെല്ലാം എൻ്റെ കൃഷിസ്ഥലമാണ്. എനിക്ക് വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളിതാ കാണുന്നത്. ഒരു അരുവയിൽ നിന്ന് തുടങ്ങാം. മാവ്, ഇതിൻ്റെ പേരെന്തോ, പപ്പായ, മാവ്, ഇതിൻ്റെ ചോളോ, എന്തൊരു സാധനം അത് അറിയാൻ ഈ കമൻറ്റ് ചെയ്യും. വാഴ, പ്ലാവ്, മാവ്, വാഴ, ഈ വാഴ കൊലച്ചു. മുളക്, പ്ലാവ്, റംബൂട്ടാൻ, 2 കൊല കണ്ടോ. 2 കൊലയാണ് ഇതാ നിൽക്കുന്നത്. അപ്പോൾ 2 കൊല, ഒരു കൊല, അതും കൊലച്ച്. പിന്നെ ഇതാ അവിടെ ഒരു വാഴ. അപ്പോൾ ഇത്രയും ചെടികളൊക്കെയാണ് ബാക്ക് സൈഡിൽ നട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരമെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകണം. വണ്ടി മാത്രമായിട്ടുള്ള വ്ളോഗ് ചെയ്യാൻ എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ അധികം കറങ്ങാൻ പോകാറില്ല. അപ്പോൾ കുറച്ച് ചേഞ്ച് വേണമെന്ന് തോന്നി. കുറേ ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആരുടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമല്ലോ. കുറേ ദിവസമായി ടോട്ടലി ശോകം പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം വീട്ടിലിരിക്കുമ്പോൾ തന്നെ കോളേജൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും അവരവരുടെ വീട്ടിലാണ്. ഹോസ്റ്റലിലൊന്നും അല്ല, വീട്ടിലാണ്. എല്ലാവരും ജോലിക്കൊക്കെ പോവും. ഒറ്റയ്ക്കാണ്. ആ ഒരവസ്ഥ ഭയങ്കര ബോറാണ്. ഒറ്റയ്ക്ക് ഇരിക്കുക, അവരുടെ അടുത്തും കറങ്ങാനും പോകണില്ല. ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു DCA കോച്ചിങ്ങിനൊക്കെ കയറി.
അപ്പോൾ ജസ്റ്റ് ചുമ്മാ വീട്ടിലിരിക്കില്ലേ, ഒരു സർട്ടിഫിക്കറ്റ് ആവും, അങ്ങനെ ഒരു കോച്ചിങ്ങിനൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തരം വീഡിയോ ആണ് കാണാൻ താല്പര്യം ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു, ചലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ കുറേയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ക്യാമറ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. പിന്നെ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു മോഡിഫിക്കേഷനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ, എക്സോസ്റ്റൊന്നുമല്ല, അതൊക്കെ നമുക്ക് പതിയെ സെറ്റാക്കാം. ഇവിടെയൊക്കെ സ്ക്രാച്ചായ, ഓ ഗൈസ് ഇവിടെയൊക്കെ സ്ക്രാച്ചായൊക്കെ ഇരിക്കും. എന്തായാലൊന്നും തടവി മാറ്റുന്നില്ല, എന്നൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ പോയിരിക്കും, എന്തോ ഒരു വണ്ടി വരച്ച് പോയതായിരിക്കും. എന്നാൽ ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് വൈകിട്ടാകുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ടൊക്കെ പോയിട്ട് ജസ്റ്റ് കറങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു 6-7 മിനിറ്റേ കാണും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ലൈക്കൊക്കെ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ എന്തായാലും വൈകിട്ടാണ്. കാറിനകത്താണ് കയറ്റാൻ പോണ സൈക്കിള്. ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമുക്ക് അവിടെ കൊണ്ടിറക്കാം. ചവിട്ടി പോകാനൊന്നും വയ്യ, നമുക്ക് ഡിക്കി തുറന്നിട്ട് സൈക്കിളിനെടുത്ത് മതി അതിൻ്റെ അകത്ത് കയറ്റാം, ഷോപ്പിൽ കൊണ്ടിറക്കാം. കുറച്ച് പണിയുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക് 2 ടൈറ്റ് ചെയ്യണം, പിന്നെ ബാക്ക് ടയറിനൊരു ആട്ടം, ഇത്രയും പരിപാടിയുള്ളൂ. കുറേ നേരം കൊണ്ട് വരാമെന്ന് പറഞ്ഞു. നീ 2 ദിവസം കൊണ്ട് ഇത് തന്നെയുള്ളടാ. അപ്പോൾ എന്തായാലും ഇതിനെടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റട്ടെ. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കയറ്റാം. സീറ്റിനെ മടക്കിയിടും, സീറ്റൊക്കെ മടക്കി വെച്ച് ഇനി ഈ 2 സീറ്റും കൂടെ മടക്കി വയ്ക്കണം. എന്നിട്ട് ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ അകത്ത് തരണം. എന്തായാലും ചവിട്ടി കൊണ്ടുപോകാൻ എനിക്കിപ്പോൾ വയ്യ, നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം. വേറെ ഒന്നുമില്ല, ഇതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും റൈഡേഴ്സ് കഫേയിലോട്ട് പോകണം. അവിടെ നമ്മുടെ ഡ്യൂക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് എന്തോ ചെറിയ ഓയറിങ്ങിന് എന്തോ ചെറിയ പണിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ കൊണ്ടൊന്ന് കടയിൽ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. എന്താ സ്പൈഡർ, വാവ്, നല്ല ഭംഗിയുള്ള സ്പൈഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും തൂക്കി പറക്കിൻ്റെ തരാം. ഈ കൊല്ലത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്, സേഫായിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് തോന്നുന്നു. പതിയെ അടച്ചു വെക്കാം. യെസ്, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അവിടെ ഇരുന്നോളൂ സാധനം. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിൽ കയറി സൈക്കിൾ അവിടെ കൊണ്ട് കൊടുത്താൽ മതി. കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇന്ന് നേരെ ഉദയംകുളങ്ങരയിൽ ഇപ്പോൾ അവിടെ നിന്നാണ് സൈക്കിൾ എടുത്തത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് സൈക്കിൾ കൊടുത്തിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്താൽ മതി. ഇന്ന് കിട്ടുമെന്നോ, അവരെന്തായാലും 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. എന്നിട്ട് നമുക്ക് നേരെ റൈഡേഴ്സ് കഫേയിലോട്ട് പോകും. അവിടെ നമ്മളെ ഡ്യൂക്ക് അവിടെ ഇരിപ്പുണ്ട്, അതിന് കുറച്ച് ഓയറിങ്ങിൻ്റെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായി അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ചേർന്നാണ് ഇന്ന് രാവിലത്തെ വീഡിയോ തുടങ്ങണേ. അപ്പോൾ എന്തായാലും ആശ എന്താ 11:30 വരാമെന്ന് പറഞ്ഞ് 12:30 എത്തിയിട്ടുണ്ട്. ചൂടൊക്കെ ഉണ്ടാക്കാറുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം. നമ്മൾ 3 പേരായിട്ട് പോകും. സൈക്കിളിൽ നമ്മളായിട്ടാണല്ലോ കൂട്ടി. ഈ കാർ എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് പറയും? എത്ര ഓടിയേ? 7 ലക്ഷം കിലോമീറ്റർ ആണ് ഈ ഒരു കാർ ഓടി. ഇപ്പോഴെന്താ തുള്ളി പറഞ്ഞോണ്ട്, ഇതിന് ചെറിയ സസ്പെൻഷനൊക്കെ ചെറിയ പ്രശ്നമുള്ളൂ. ബാക്കി ഒരു സീനില്ല. പക്ഷേ 7 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതാണ് ടൊയോട്ടോ. ഇനോവയൊക്കെ സീനാണല്ലേ. നമ്മൾ അതിൻ്റെ അകത്താണ് കുത്തി കയറ്റി കൊണ്ടുപോകുന്നത്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് പോകാൻ. രാവിലെ എണീറ്റ് തുടങ്ങിയതായിരുന്നു ഈ പരിപാടി. എൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ അതെ അവനെ 3 വട്ടം വിളിച്ച്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ്റെ ഡ്രൈവിംഗ് ഒക്കെ കണ്ട് പതിയെ അങ്ങ് പോവാം. സ്റ്റോപ്പിലെത്തിയപ്പോൾ സൈക്കിൾ എടുത്ത് തൂക്കി ഇറക്കിയിട്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരാം. സൈക്കിൾ കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. സീറ്റിൻ്റെ ഒക്കെ കണ്ടു. ഇത്രയും വലിയ വണ്ടിക്ക് മേടിക്കുന്ന പെട്രോളത്തെ നോക്കും 200 രൂപ. 200 രൂപയ്ക്കാണ് അടിക്കുന്നത്. താഴില്ലേ ജഡത്തിനൊക്കെ കൊണ്ടുവരണില്ലേ? കുറച്ച് പണിയേ ഉള്ളൂ ഗൈസ്. വണ്ടി ഓടുന്നേ ഉള്ളൂ. എങ്ങനെ ജീപ്പ് ആൻറ്റി 200 ഉറങ്ങി കിടക്കുമായിരുന്നു. കണ്ണൊക്കെ കണ്ടിട്ട് അടിച്ച് കലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ വിളിച്ച് ചെറിയൊരു പണി തന്ന്. വേറെ ഒന്നുമല്ല, അവൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് എടുക്കാൻ പോകണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്യൂല് തീർന്നിട്ട് അതിൻ്റെ എയർ കയറിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ വന്നപ്പം വർക്ക്ഷോപ്പിൽ ആൾ വരുന്നില്ല. അപ്പോൾ വേറെ വർക്ക്ഷോപ്പ് തപ്പണം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ പെട്രോളും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വണ്ടിയുടെ അവസ്ഥ നോക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നോക്കാം. ഈ മിന്നലാണ്. എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. 150 രൂപയ്ക്കും കൂടെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദാഹശനമം തീരട്ടേയില്ല. കിടപ്പുണ്ട്. ഇപ്പം പയ്യൻ എന്താ നിൽക്കുന്നു, പെട്രോൾ അടിക്കാതെ വണ്ടി ഓടിക്കൊള്ളു. 4 ഉറങ്ങി കിടക്കുമായിരുന്നു. ഞാൻ ഉറങ്ങി കിടന്നിടത്താണ് നീ വിളിച്ചുകൊണ്ട് വന്നത്. ആരും വരുമെന്ന് തോന്നല്ല, നോക്കാം. ഇടയ്ക്ക് ഇതുപോലൊരു കൂട്ടാൻ്റെ ഉണ്ട്, ഇതേ സെയിം പണിയായിട്ടുണ്ട്. അതുകൊണ്ട് അറിയാം, ഏറിയതായിരിക്കും.
നോക്കാം ആരെയും കിട്ടും. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കാം. എന്തായാലും വേറെ ഏറിയല്ലേ, അപ്പോൾ വർക്ക്ഷോപ്പിൽ നാളെ ഒന്നല്ലേ പറ്റും, നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിൽ പോയി ആളെ വിളിച്ചോണ്ടിരാം. ഷോപ്പിലെത്തി. ഗൈസ് ബായി വരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 500 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിടണം. ഈ പൊട്ടം പെട്രോൾ അടിക്കാതെ വണ്ടി ഓടും. എന്തായാലും ബായി വരാന്നൊക്കെ പറഞ്ഞ് ക്യാനും എടുത്തോണ്ട് പെട്രോൾ വാങ്ങിച്ച് ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് സ്റ്റാർട്ടാക്കി പോവായിരിക്കും. പൊട്ടം പോലും മാറിയില്ല, വീട്ടിൽ പോയിട്ടാണ് ബാക്കി പറഞ്ഞു. വണ്ടി എടുത്തോണ്ട് നേരെ പമ്പിലോട്ട് പോകും, പെട്രോൾ വാങ്ങാൻ പോകണം. അപ്പോൾ നമ്മളെ ബായിയും പയ്യനും കൂടെ ബാക്കിൽ വന്നിട്ടുണ്ട്. 5 ലക്ഷം ശരി. ആശന്താ ലൂക്കിലൊക്കെയാണ് ഇതോ പോകണം. വാവും. എന്തായാലും ഈ പൊട്ടാൻ പെട്രോൾ വാങ്ങിച്ചിട്ട് ഇനി പോകണം. പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എയർ മാറ്റുന്ന വീഡിയോ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡീസൽ വണ്ടി ഉണ്ടെങ്കിൽ എങ്ങനെ എയർ മാറ്റാം എന്ന് പറഞ്ഞാൽ, ഡീസൽ തീരുമ്പോൾ എങ്ങനെ എയർ മാറ്റാമെന്ന് കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് കൂടെ അടിക്കുക. ഇനി അടുത്ത് തന്നെയാണ്, അടുത്ത് ഇങ്ങോട്ട് പോയി മാറ്റാം. $500 രൂപയ്ക്കല്ലേ? 600 രൂപയ്ക്ക് വണ്ടിക്ക് ഡീസൽ അടിച്ച്. അതിലുണ്ടോ? അതാണ് എൻ്റെ പമ്പ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. സ്റ്റാർട്ടാവുമായിരിക്കും. എന്തിനാ നാളെ നോക്കും. ഇത് എഞ്ചിൻ പണിയാണ് കേട്ടോ. എഞ്ചിനെന്താ കിടന്നിങ്ങനെ വേറെ എവിടെയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്തായാലും നടക്കൂലാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് അതുവഴിയൊക്കെ ഓളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ നൈസ്. വണ്ടിയുടെ എയറും കാര്യങ്ങളൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പണിയുണ്ട്. പൊടി തുടങ്ങണോ? ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പെഞ്ചും കുലുങ്ങണോ നോക്കിയോ. സ്റ്റാർട്ടാണ്. എന്താ ഈ സമയത്ത് എനിക്ക് പറയാമോ? ഒന്നും പറയാനില്ല. ശരി. സമാധാനായ ലുലുവിൽ പോയി നിന്ന പയ്യനാണ്. ഇനി പോവല്ല, എനിക്ക് വീട്ടിൽ വണ്ടി സെറ്റായിട്ടുണ്ട്. ഗൈസ് താങ്ക്സ്. ബൈ ബൈ. ഇത്തിരി ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. ചിരിച്ചിട്ട് തിരിഞ്ഞിരിക്കുന്നു. വണ്ടി റെഡി ആയിട്ടുണ്ട്. ബാക്കി സ്ക്രൂവും കാര്യങ്ങളൊക്കെ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. എയർ കയറിയതാണ് പണി. അപ്പോൾ എയർ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ 5-6 ബോൾട്ടുകളൊക്കെ ഊരി കഴിഞ്ഞാൽ വണ്ടി സെറ്റാവും. അപ്പോൾ ആശാനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോവാം. വാങ്ങിച്ചതിൻ്റെ അന്ന് തന്നെ ഊരിയ സാധനമാണ് ഈ സാരി കാർഡ്. ഇത് വണ്ടി വാങ്ങിച്ച് കൈ കിട്ടിയതിൻ്റെ ആ ദിവസം തന്നെ ഊരിയ സാധനമാണ് സാരി കാർഡ്. ഇതുവരെ ആ വണ്ടി തിരിച്ച് കയറിയിട്ടില്ല. സ്റ്റോക്ക് ആക്കുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ വയ്ക്കത്തില്ല. കാരണം ഇത് വയ്ക്കാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് സത്യം പറഞ്ഞ വണ്ടി പോകുന്നത്.
ബാക്കിൽ അങ്ങനെ അമ്മ കയറിയാലും അമ്മ ബൈക്കിൽ കയറിയാലും സഹായം ഒന്നും കൊടുത്ത് ഞാൻ വണ്ടി പോകാറില്ല, ആക്റ്റീവയിലൊക്കെ പോകാറുള്ളൂ. പിന്നെ വണ്ടി കിട്ടിയ സമയത്ത് കിട്ടിയതാണ് ഈ ഒരു പ്യൂഗിൻ്റെ വൈസർ. ഏകദേശം പല റേറ്റുണ്ട്. 3000 രൂപയ്ക്കാണ് ഏറ്റവും കുറഞ്ഞതുണ്ട്, 6000 രൂപയ്ക്കൊക്കെ പ്യൂഗിൻ്റെ വൈസറുണ്ട്. അപ്പോൾ ഈ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഉണ്ട്. എല്ലാം എടുക്കാൻ നിന്ന് കുറേ പരിപാടിയുണ്ട്. പിന്നെ ക്രാഷ് കാർഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊടുത്ത്. പിന്നെ ഇത് ഞാൻ ബ്രാക്ക് ഫ്ലൂയിഡ് വാങ്ങിച്ചിട്ടുണ്ട്, .4ൻ്റെ ബ്രാക്ക് ഫ്ലൂയിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. അതിൻ്റെ അകത്തുണ്ട് എയർ ഫിൽറ്റർ ഇരിപ്പുണ്ട്, പഴയ എയർ ഫിൽറ്ററാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളെ ഹാൻഡിൽ റൈസറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ സീറ്റും കവളും എടുക്കണം, കാരണം നാളെ ഇത് വെച്ചിട്ട് വേണം കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ സീറ്റും കവളും നമുക്ക് താഴെ ഇറക്കാം. എടുക്കാം, പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നമ്മൾ ജിതിയുടെ സീറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഷൂട്ട് കൂടുന്നില്ല.